കേരള സഭ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിലാദ്യമായി നടത്തുന്ന ആത്മീയ ഉത്സവമായ ദിവ്യകാരുണ്യ കോൺഗ്രസിന് തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തൊരുക്കിയ ദിവ്യകാരുണ്യ നഗറിൽ തുടക്കമായി. തലശ്ശേരി അതിരൂപതയുടെ ദിവ്യകാരുണ്യ വർഷ സമാപനത്തോടനുബന്ധിച്ചാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ കുർബാനയോട് ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ കോൺഗ്രസിന് തുടക്കം കുറിച്ച് തോമാപുരത്തെ ദിവ്യകാരുണ്യ നഗറിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ദീപം തെളിയിച്ചു. റവറന്റ് ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, മോൺസിനോർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ, മോൺസിനോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി, ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ, റവറന്റ് ഡോക്ടർ മാണി മേൽവട്ടം, ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് ഞാർലക്കാട്ട്, മോൺസിനോർ ആന്റണി മുതുകുന്നേൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ഇന്ന് രാവിലെ 9:30 തുടങ്ങിയ യുവജന സിമ്പോസിയം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു. ദൈവവിശ്വാസം എന്ന വിഷയത്തിൽ നടക്കുന്ന ആദ്യ സെഷന് ആലുവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിലീജിയൻ ഡയറക്ടർ റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ പാംബ്ലാനി, AKCC ഗ്ലോബൽ ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, സിസ്റ്റർ അഡ്വക്കേറ്റ് ജോസിയ എന്നിവർ നേതൃത്വം നൽകി. സമുദായം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടക്കുന്ന രണ്ടാമത്തെ സെഷന് ഡോക്ടർ സജിമോൻ പാലക്കൽ, റവറന്റ് ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നേൽ, ഫാദർ ജോസഫ് കാക്കരമറ്റം എന്നിവർ നേതൃത്വം നൽകി. വൈകുന്നേരം 5 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നയിക്കുന്ന ദിവ്യകാരുണ്യ കൺവെൻഷൻ. കർഷകരുടെ കൃഷിഭൂമികൾ ബഫർ സോണിൽ ഉൾപ്പെടുത്തില്ലെന്ന സർക്കാരിന്റെ ഉറപ്പ് കാറ്റിൽ പറത്തി റീസർവേയിൽ കർഷകദ്രോഹപരമായ സമീപനമാണ് റവന്യൂ വനം ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. കൃഷിയിടങ്ങൾ ബഫർ സോണിൽപ്പെടുത്താനും ജനങ്ങൾ പുഴയിലിറങ്ങുന്നത് തടയാനുമുള്ള ഉദ്യോഗസ്ഥരുടെ ഗൂഢലക്ഷ്യം കർഷകദ്രോഹമാണ്. കേളകം പഞ്ചായത്തിലെ ചെട്ടിയാമ്പറമ്പ് പ്രദേശത്ത് നടന്ന വിധത്തിലുള്ള ഇത്തരം നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ സത്വരമായി ഇടപെടണമെന്നും മാർ പാംബ്ലാനി ആവശ്യപ്പെട്ടു. ആധ്യാത്മിക സാമൂഹ്യ രംഗത്തെ സംഭാവനകളും ഇന്ത്യ റഷ്യ ബന്ധം മെച്ചപ്പെടുത്താൻ നടത്തുന്ന ഇടപെടലുകളും പരിഗണിച്ച് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയ്ക്ക് റഷ്യ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ റഷ്യൻ എംബസിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനു വേണ്ടി റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിപ്പോ ബഹുമതി കൈമാറും. റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായുള്ള ബന്ധം ഈ കാലയളവിൽ കൂടുതൽ ദൃഢമാക്കി സമൂഹത്തിൽ നടത്തിയ ഇടപെടലുകളും റഷ്യയുമായുള്ള ആധ്യാത്മിക സാംസ്കാരിക വിനിമയവും പുരസ്കാരത്തിൽ നിർണായകമായി. കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ടിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലിക് പ്രതിനിധി സംഘം മാർപ്പാപ്പയെ സന്ദർശിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 62 പേരാണ് പ്രവാസി അപ്പസ്തോലിറ്റിന്റെ സംഘത്തിലുണ്ടായിരുന്നത്. അതിരൂപത പ്രവാസി അപ്പസ്തോലിക് ഡയറക്ടർ ഫാദർ ടെജി പുതുവീട്ടിൽക്കളം, മുൻ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ എന്നിവർ ചേർന്ന് പ്രവാസികളുടെ സ്നേഹോപകാരമായി ഏലക്കാമല മാർപ്പാപ്പയെ അണിയിച്ചു. കോട്ടയം അതിരൂപതയുടെ പ്രാർത്ഥനാലയമായ കോതനല്ലൂർ തൂവാനിസ ധ്യാന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന ബൈബിൾ കൺവെൻഷന് തുടക്കമായി. കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ കൃതജ്ഞതാ ബലിയർപ്പിച്ച് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മംഗളവാർത്താക്കാലത്തിൽ ക്രിസ്തുവിനെ പ്രത്യാശയോടെ കൊണ്ടു നടക്കുന്ന തീർത്ഥാടകരാകണമെന്ന് മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ ഉദ്ബോധിപ്പിച്ചു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചെടുക്കാൻ മുൻപം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം 60 ദിനം കടന്നു. 60ാം ദിനം ഫാദർ അജേഷ് CP ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾക്കാണ് രാജ്യം മുൻകൈ എടുക്കേണ്ടതെന്ന് സമരപന്തലിലെത്തിയ മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ തോമസ് സാമുവൽ പറഞ്ഞു. പത്തനംതിട്ട ക്രിസ്ത്യൻ മൂവ്മെന്റ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് അലക്സ് മാമൻ, കമ്മിറ്റി അംഗങ്ങളായ ജേക്കബ് തോമസ്, ഡോക്ടർ സന്തോഷ് മണിയങ്ങാട്ട് തുടങ്ങിയവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപന്തലിലെത്തി. അതിരൂപത ഫാമിലി അപ്പസ്തോലേറ്റും ബൈബിൾ അപ്പസ്തോലേറ്റും സംയുക്തമായി വചന ഞായറിനോടനുബന്ധിച്ച് അമ്മമാർക്കായി വചനം എഴുത്ത് മത്സരം സംഘടിപ്പിച്ചു. 9 സെന്ററുകളായി 1000-ഓളം അമ്മമാർ മത്സരത്തിൽ പങ്കുചേർന്നു. തിരുപ്പിറവി ആഘോഷത്തിനായി ഏറ്റവും അർത്ഥവത്തായി ഒരുങ്ങാൻ ഇത് അമ്മമാർക്ക് സഹായകമായി. 4 സുവിശേഷങ്ങളിൽ നിന്നുള്ള വചനങ്ങൾ മാത്രമാണ് ഇപ്രാവശ്യം എഴുതാനുണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മ ദൈവവചനത്തെ ഉദരത്തിൽ സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന ദൈവപുത്രന് ജന്മം നൽകിയതുപോലെ വചനത്തെ ഹൃദയത്തിൽ ഉപാസിച്ച അമ്മമാർ തങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ കരുത്തരാവണം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ മത്സരം സംഘടിപ്പിച്ചത്. അതിരൂപത ബൈബിൾ അപ്പസ്തോലിക് ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, ഫാമിലി അപ്പസ്തോലിക് ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോബി കോവാഡ്, ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ,
ബ്രദർസ് കറിയ പായിക്കാട്ട്, ഷീബ തെക്കേടത്തലിന്റെ നേതൃത്വത്തിലുള്ള അതിരൂപത മാതൃവേദി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് രൂപതയിലെ മാനന്തവാടി അമലോത്ഭവമാത ദേവാലയത്തിന്റെ 179-ാം വാർഷിക തിരുനാളിനും ഗോതിക് മാതൃകയിൽ തീർത്ത ദേവാലയത്തിലെ പുതിയ സക്രാരിയുടെ കൂദാശയ്ക്കും 178 വർഷം പഴക്കമുള്ള വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ നവീകരിച്ച തിരുസ്വരൂപ പ്രതിഷ്ഠയ്ക്കും കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികനായി. വാളിനേക്കാൾ ശക്തമായ ദൈവം നൽകിയ ബലമാണ് പരിശുദ്ധ അമ്മയെന്ന് അഭിവന്ദ്യ പിതാവ് വചന സന്ദേശത്തിൽ വിശ്വാസി സമൂഹത്തെ ഉത്ബോധിപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 178 വർഷം പഴക്കമുള്ള വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ നവീകരിച്ച തിരുസ്വരൂപം കൂദാശ ചെയ്ത് പൊതുവണക്കത്തിനായി ദൈവജനത്തിന് സമർപ്പിച്ചു. ലോക റാങ്കിങ്ങിൽ ഉൾപ്പെടുന്ന വിദേശ നാടുകളിലെ യൂണിവേഴ്സിറ്റികളിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം, ഗവേഷണ ബിരുദം എന്നീ പ്രോഗ്രാമുകൾക്ക് 2024-25 അധ്യയന വർഷത്തിൽ പ്രവേശനം ലഭിച്ച ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകുന്ന വിദേശ പഠന സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കാലയളവിൽ 5 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഡിസംബർ 16 മുമ്പായി ഫോമിന്റെ പ്രിന്റ് ഔട്ട് നിർദ്ദിഷ്ട രേഖകൾ സഹിതം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടറുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നേരിട്ടോ തപാൽ മാർഗമോ ലഭിക്കണം. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.